എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡോക്യുമെൻറ്റ്സുകൾ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ അഡ്മിഷന് വേണ്ടി പോകുന്നതിന് മുമ്പായി എയിംസിൻ്റെ വെബ്സൈറ്റിൽ ഡോക്യുമെൻറ്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഈ ഡോക്യുമെൻറ്റ്സുകളൊക്കെ കയ്യിൽ കൊണ്ടുപോകേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നോക്കാം. 10ലെയും 12ലെയും മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. ഇതിൽ 12ലെ മാർക്ക് ഷീറ്റിൽ ജനറൽ OBC വിഭാഗത്തിന് 55% മാർക്കും SC ST EWS വിഭാഗത്തിന് 50% മാർക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ഉണ്ടായിരിക്കണം. ഈ മാർക്കിൽ കുറവാണ് എങ്കിൽ നിങ്ങൾ അഡ്മിഷന് വേണ്ടി എലിജിബിൾ ആയിരിക്കുകയില്ല. ID പ്രൂഫായിട്ട് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഏതാണോ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അത് തന്നെയാകണം ഉണ്ടാകേണ്ടത്. ആധാർ, വോട്ടർ ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൽ ഏതാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതാണ് ഉണ്ടാകേണ്ടത്. ഈ ID കാർഡിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേര്, അതിലെ സ്പെല്ലിങ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തതിലും നിങ്ങളുടെ കയ്യിൽ ഉള്ളതിലും എല്ലാം സെയിം തന്നെ ആയിരിക്കണം. 10ലെയും 12ലെയും സർട്ടിഫിക്കറ്റുകളിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ പേര്, സ്പെല്ലിങ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയെല്ലാം ഏത് ID കാർഡാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിലും ഒരുപോലെ തന്നെ ആയിരിക്കണം. രണ്ടിലും വ്യത്യാസം ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. 12th അപ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾ 12ലെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് കയ്യിൽ കരുതേണ്ടത്. ഇതുകൂടാതെ ആപ്ലിക്കേഷൻ ഫോം, ബേസിക് രജിസ്ട്രേഷൻ ചെയ്തപ്പോഴുള്ള ഫോം, ഫൈനൽ രജിസ്ട്രേഷൻ്റെ ഫോം, അഡ്മിറ്റ് കാർഡ് ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ്. ജനറൽ, SC ST EWS OBC PW വിഭാഗങ്ങൾ അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്ത് കരസ്ഥമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ കാലാവധി കഴിയാത്തതും ആയിരിക്കണം. കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ റിസർവേഷനുകൾ നഷ്ടപ്പെടും. ഓരോ വിഭാഗത്തിലും ഉള്ളവർ എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. OBC വിഭാഗത്തിന് എയിംസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും 77% സീറ്റ് റിസർവേഷൻ ഉണ്ട്. SC വിഭാഗത്തിന് 15%, ST വിഭാഗത്തിന് 7.5%, EWS വിഭാഗത്തിന് 10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഈ റിസർവേഷനുകൾ ലഭിക്കണമെങ്കിൽ ഓരോ വിഭാഗത്തിൽ ഉള്ളവരും ഈ പ്രോസ്പെക്ടസിൽ പറയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. OBC വിഭാഗത്തിലുള്ള കുട്ടികൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സെൻട്രൽ പർപ്പസിനുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. BSc ഓണേഴ്സിന്റെ എൻട്രൻസ് എക്സാം ജൂൺ 8-ാം തീയതിയാണ്. BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ 2023 ജൂൺ 9-ാം തീയതിക്കും 2024 ജൂൺ 8-ാം തീയതിക്കും ഇടയിൽ എടുത്ത നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. 2023 ജൂൺ 9-ാം തീയതിക്ക് മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റുകൾ ഇതിനുവേണ്ടി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡേറ്റുകൾ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസർവേഷനുകൾ ലഭിക്കുകയില്ല. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ എൻട്രൻസ് എക്സാം 22 ജൂണിനാണ്. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് 2023 ജൂൺ 23-ാം തീയതിക്കും 2024 ജൂൺ 22-നും ഇടയ്ക്ക് ഉള്ളതായിരിക്കണം. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യുന്നവരും ഇതേ ഡേറ്റിൽ തന്നെ ഉള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. EWS വിഭാഗത്തിൽ ഉള്ളവർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിലെ ഫിനാൻഷ്യൽ ഇയർ കറക്റ്റ് ആയിരിക്കണം. ഇത് കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളെ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും, റിസർവേഷൻ ലഭിക്കുകയില്ല. BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യുന്ന EWS വിഭാഗത്തിലുള്ള കുട്ടികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിലെ 2024 ഏപ്രിൽ 1-ാം തീയതിക്കും 2024 ജൂൺ 22-ാം തീയതിക്കും ഇടയ്ക്ക് ഉള്ളത് ആയിരിക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും അപ്ലൈ ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റിലെയും ഫിനാൻഷ്യൽ ഇയർ 2024 ഏപ്രിൽ 1-നും 2024 ജൂൺ 22-നും ഇടയിൽ ഉള്ളത് ആയിരിക്കണം. EWS വിഭാഗത്തിലുള്ള കുട്ടികൾ അടുത്ത മാസം 1-ാം തീയതിക്ക് ശേഷം സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്താൽ മതിയാകും. EWS വിഭാഗത്തിലുള്ള കുട്ടികളുടെ കൈവശം ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ അടുത്ത മാസം പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. അഡ്മിറ്റ് കാർഡും കോൾ ലെറ്ററും എല്ലാം www.aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ ആണ് വരുന്നത്. അതുകൊണ്ട് വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം.
കോൾ ലെറ്റർ വരുന്ന കുട്ടികൾ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ എല്ലാം ഒരു സെറ്റ് കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡ്, 10th 12th സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, NOC ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കൊണ്ടുപോകണം. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവർ ആണ് എങ്കിൽ മാത്രം NOC കൊണ്ടുപോകേണ്ടതായിട്ട് ഉള്ളൂ. PWBD സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉള്ളതാണ് കൊണ്ടുപോകേണ്ടത്. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ SC ST OBC EWS വിഭാഗത്തിലുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും അധികാരികൾ അറ്റസ്റ്റ് ചെയ്ത അവരുടെ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ ആണ് തയ്യാറാക്കി കൊണ്ടുപോകേണ്ടത്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിൽ ഉള്ളത് ആയിരിക്കണം. പ്രോസ്പെക്ടസിൽ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയല്ലാത്ത സർട്ടിഫിക്കറ്റ്സ് ഉള്ളവരെ അൺറിസർവ്ഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. നിങ്ങളുടെ റിസർവേഷനുകൾ നഷ്ടപ്പെടും. ഇത് പ്രോസ്പെക്ടസിൽ ഉള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ആണ്. EWS സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റാണ് ഇത്. PWBD വിഭാഗത്തിൽ ഉള്ളവർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അധികാരികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് തയ്യാറാക്കേണ്ടത്. അഡ്മിഷൻ ലഭിക്കുന്ന ഈ വിഭാഗത്തിൽ ഉള്ള കുട്ടികളുടെ മെഡിക്കൽ ചെക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നടത്തും. തെറ്റായ വിവരങ്ങൾ നൽകുന്നവരുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. SC ST വിഭാഗത്തിലുള്ളവരും ജനറൽ വിഭാഗത്തിലുള്ളവരും അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയാൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.